ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല കർത്തൃ ദിവസത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഈ കർത്തൃ ദിവസത്തിൽ അങ്ങയുടെ സന്നിധിയിൽ കൂടി വന്ന് അങ്ങയെ ആരാധിപ്പാൻ, അങ്ങയുടെ മഹത്വം കാണുവാൻ, ആലോചനകൾ പ്രാപിപ്പാൻ പരിശുദ്ധ ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു പിതാവേ. നന്ദിയോടെ സ്തുതിക്കുന്നു യേശുവാ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. തുടർന്ന് ഞങ്ങൾ വിനയങ്ങളുടെ സന്നിധിയിൽ ഇരിക്കട്ടെ കർത്താവേ. ഈ മഹാമാരിയുടെ കാലത്ത്, ഈ അൺടൈമിൽ, ഈ അന്ത്യനാളുകളിൽ അങ്ങ് ഞങ്ങളോട് ഇടപെടുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, അങ്ങ് സംസാരിക്കണം. ഹല്ലേലൂയ. വചനം ശക്തിയോടെ വ്യാപരിക്കണം. ഹല്ലേലൂയ. കേൾക്കുന്നവരുടെ ഉള്ളങ്ങളെ സ്പർശിക്കണം. ഹല്ലേലൂയ. ആത്മതലത്തിൽ വാതിലുകൾ തുറന്നു വരണം. ഭൗതിക തലത്തിൽ വാതിലുകൾ തുറന്നു വരണം. തടയുന്ന മണ്ഡലങ്ങളിലേക്ക് വചനം തീയായി ഇറങ്ങണം. തടയുന്ന മണ്ഡലങ്ങളിലേക്ക് വചനം വാളായി ഇറങ്ങണം. തടയുന്ന മണ്ഡലങ്ങളിൽ വചനം ചെറ്റിയായി ഇറങ്ങണം. അർഘാറബന അന്തൽപ്രവര കർത്താവേ. ഹല്ലേലൂയ. തുടർന്ന് ഫേസ്ബുക്കിലും ലൈവായും തുടർന്നൊക്കെ ദിവസങ്ങളിലും കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യൂട്യൂബിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കേൾക്കുന്ന ഈ സന്ദേശങ്ങൾ അനേകരിലേക്ക് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇടപെടണമേ, സംസാരിക്കണമേ. ഇതെല്ലാം അന്ത്യനാളുകളിലേക്കുള്ള ആലോചനകളാകിയാൽ ഹല്ലേലൂയ അനേകരിലേക്ക് കൈമാറുവാൻ കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഇടപെടണമേ. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അടിയനെ രക്തവളപ്പിൽ നിർത്തണമേ. പരിശുദ്ധാത്മാവ് സംസാരിക്കണം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഞങ്ങളിവിടെ സ്തോത്രം ചെയ്ത് തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒരു വെളിപ്പാട് തന്നു. സ്തോത്രം. തുടർന്ന് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന് ചേർന്ന് മറ്റൊരാലോചനയും ദൈവാത്മാവ് തന്നു. അത് രണ്ടും ഒന്ന് ഷെയർ ചെയ്തിട്ട് വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. ആദ്യം കണ്ടത് ഞങ്ങളിവിടെ സ്തോത്രം ചെയ്ത് തുടങ്ങിയപ്പോൾ ദൈവാത്മാവ് കാണിച്ചൊരു കാഴ്ച നമ്മുടെ ഇന്ത്യ രാജ്യത്തെയാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, ഗുജറാത്ത് മുതൽ ആ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ വരെയുള്ള ഹല്ലേലൂയ ആ മാപ്പ് അങ്ങനെ വലിപ്പത്തിൽ തന്നെ കാണിച്ചിട്ട് അടുത്ത് കാണുന്നത് ഹല്ലേലൂയ ഈ രാജ്യം മുഴുവൻ അന്ധകാരത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. കറുത്ത ഒരു മാപ്പാണ് കാണിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഈ ഉത്തർപ്രദേശിന്റെ ആ ഏറിയയിൽ സാധാരണയിൽ കവിഞ്ഞ് 2-3 ലെയറോടെ കട്ടിയുള്ള ഇരുട്ടാണ് അവിടെ വ്യാപരിച്ചു നിൽക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ തന്നെ ഗുജറാത്തിന്റെ തീരത്തോടടുത്ത ഭാഗങ്ങളിൽ സ്തോത്രം എന്തൊക്കെയോ ചിലത് സംഭവിക്കും. ഒരു സുനാമിയോ ഒരു ഭൂകമ്പമോ വന്ന് ഈ ഭൂമി പിളർന്ന് പീസുകളായി കീറി നിൽക്കുന്ന, അല്ലെ കോളിഫ്ലവർ എടുത്ത് നോക്കിയാൽ അതെല്ലാം ഓരോരോ കഷ്ണങ്ങളാണ്, പക്ഷെ ഒന്നിച്ചു കൂടി നിൽക്കുന്നു. അങ്ങനെ വെളിപ്പെടുന്നൊരു കാഴ്ച ദൈവാത്മാവ് കാണിച്ചു. ഇത് കണ്ടു കഴിഞ്ഞ ഉടനെ കണ്ടത് അവിടവിടങ്ങളായി, ഈ രാജ്യത്തിന്റെ അവിടവിടങ്ങളായി ചില വെളിച്ചം പ്രകാശിക്കുന്നു. എന്നാൽ ആ വെളിച്ചങ്ങളെ വിഴുങ്ങിക്കളയുവാൻ വലിയ മുതലകൾ, അല്ലെ ചീങ്കണ്ണി, വലിയത്. സാധാരണ നമ്മൾ തടാകത്തിലോ അന്ന് കാണുന്ന ടൈപ്പല്ല, വലിയത്. അത് വാ പൊളിച്ച് ഈ പ്രകാശത്തെ വിഴുങ്ങാൻ പോവുകയാണ്. ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയാണ് വെളിപ്പെടുത്തിയത്. ഞങ്ങളിവിടെ എന്നും 9 മുതൽ 10:15 വരെ ഒരു രാജ്യത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ 2-3 കുടുംബങ്ങൾ ഓൺലൈനിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ജീസസ്. രാജ്യത്തിന് വേണ്ടി, രാജ്യത്തെ ജനത്തിന് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി, അപ്പോൾ തന്നെ ഓരോ സ്റ്റേറ്റുകൾക്ക് വേണ്ടി,
ഓരോ സ്റ്റേറ്റുകളിലുള്ള ജില്ലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു റൗണ്ട് കഴിഞ്ഞ് ഇപ്പോൾ 2ാം റൗണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ മെസ്സേജ്, സന്ദേശം, ഈ ആലോചന മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കണം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മളും ഇതിനകത്ത് പെട്ടുപോകും. മറക്കരുത്. ജീസസ്. ദൈവം പ്രാർത്ഥിക്കുവാൻ അവസരം തന്നിരിക്കുകയാണ് ഈ മഹാമാരിയിൽ കൂടെ. ജീസസ്. ഹല്ലേലൂയ. തുടർന്ന് ആത്മതലത്തിൽ പല കാര്യങ്ങൾ കണ്ടുവന്നാൽ അത് ഞാൻ പരസ്യമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. അടുത്തത്, ഞങ്ങൾ പിന്നെയും നിന്ന് ആരാധിക്കുന്ന സമയത്ത് ദൈവാത്മാവ് ശക്തമായി വെളിപ്പെടുത്തിയൊരു കാര്യം, ഒരു ഡാമിൻ്റെ സൈഡ് ഇടിഞ്ഞു വീണിട്ട് വെള്ളം ഇങ്ങനെ കുതിച്ചു വായി. നമുക്ക് ഈ 2 മലകളുടെ ഇടയ്ക്കാണല്ലോ വലിയ മതിൽ പോലെ കെട്ടി ഡാം പണിതിരിക്കുന്നു. സ്വത്രം. നമുക്കറിയാം, എവിടെയെങ്കിലും പ്രഷർ കൂടിയാൽ, അവിടുത്തെ മണ്ണിടിഞ്ഞു പോയാൽ, ഹല്ലേലൂയ, അവിടുത്തെ കൂടെ വെള്ളച്ചാട്ടം വരും, ഭയങ്കര ഒഴുക്ക് വരും. സ്വത്രം. ഞാൻ ചോദിച്ചു, കർത്താവേ, ഇത് ആത്മീയമാണോ ഭൗതികമാണോ? സ്വത്രം. നമുക്കറിയാം, തടഞ്ഞു വെച്ചിരുന്ന ആത്മപ്രവാഹത്തെ ഒഴുക്കി വിട്ടാൽ അതൊരാത്മതലത്തിലേക്കുള്ള ആത്മീയ വെളിപ്പാടാണ്. പക്ഷെ തിരിച്ച് ഇത് ഭൗതികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, കുറെ അല്പം കഴിഞ്ഞപ്പോൾ കണ്ടത് നമ്മുടെ എയർപോർട്ട് മുങ്ങുന്നൊരു കാഴ്ചയാണ്. ജീസസ്. ഹല്ലേലൂയ. ദൈവജനം ഉണർന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എയർപോർട്ടിൽ നിന്ന് മുകളിലേക്കുള്ള ഏതോ ഡാമിനാണ് ഈ വിഷയം വരാൻ പോകുന്നത്. ഏത് ഡാമാന്ന് പറഞ്ഞില്ല, എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഒന്നറിയാം, ഹല്ലേലൂയ, ഒരു കോർണർ, ഒരു മൂല അവിടെ ഇടിഞ്ഞിട്ട് വെള്ളം കുതിച്ചു ചാടുകയാണ്. ജീസസ്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ജനത്തിലേക്ക് സന്ദേശം കൈമാറണമെന്ന് ഞാൻ ദൈവസ്നേഹത്തിൽ നിങ്ങളെ ഓർപ്പിക്കും. ജീസസ്. ഹല്ലേലൂയ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി പ്രാർത്ഥിക്കാനുള്ളത്. നമ്മൾ ചെയ്തില്ലെങ്കിൽ കർത്താവ് നമ്മളോട് ചോദിക്കും. അനേകരുടെ അത് നമ്മുടെ എയർപോർട്ട് മുങ്ങാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അനേകരുടെ ജീവൻ അതിനകത്ത് നഷ്ടമാകും ആ വഴിയിൽ. ജീസസ്. നമ്മളായിരിക്കും ഉത്തരവാദികൾ. കർത്താവ് നമ്മളെ അറിയിച്ചതാണ്. ഹല്ലേലൂയ. കൂട്ടത്തിൽ നമ്മുടെ ഭരണാധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കുവാൻ, ഡാമുകൾക്ക് എവിടെയെങ്കിലും ബലക്ഷയമുണ്ടെങ്കിൽ അവരത് കണ്ടുപിടിച്ച് അത് പരിഹരിക്കേണ്ടതിനായി അവരോട് ദൈവാത്മാവ് ഇടപെടണം. ആരെങ്കിലും ചെന്ന് ദൂത് പറഞ്ഞാലൊന്നും അവർ ഏറ്റെടുക്കുകയില്ല. പക്ഷെ ദൈവാത്മാവുടെ ഉള്ളത്തിൽ ഇടപെടണം. ഇറിഗേഷൻ മിനിസ്റ്ററോടും മുഖ്യമന്ത്രിയോടും ഒക്കെ ദൈവാത്മാവ് ഇടപെടണം, ഡാമുകളുടെ ബലം പരിശോധിക്കാൻ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. ദൈവജനം പ്രാർത്ഥിച്ചാൽ മതി, പരിശുദ്ധാത്മാവ് ഇടപെട്ടോളും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മെ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നാം എത്തി നിൽക്കുന്നത് അന്ത്യനാളുകളില്ല. മറക്കരുത്. വൈശാഖിക മണ്ഡലം മുഴുവനത്തോടെ നിന്ന് പോരാടുന്ന, അതാ നമ്മെ കണ്ടല്ലോ, വലിയ തിമിങ്ങല് ഉള്ള പ്രകാശത്തെ കൂടെ വിഴുങ്ങുന്ന കാഴ്ച കണ്ടത്. ജീസസ്. അതുകൊണ്ട് തന്നെ ദൈവജനം ഈ നാളുകളിൽ ഉണരേണ്ടിയിരിക്കും, ശക്തമായി ഉണരേണ്ടിയിരിക്കും. നമ്മുടെ പ്രാർത്ഥനയുടെ തലം മാറിയേ മതിയാകും. ആത്മതലത്തിൽ കയറി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ആർത്തി വെളിപ്പെടണം. ജീസസ്. സാധാരണ പ്രാർത്ഥന കൊണ്ട് ഹല്ലേലൂയ ഇവിടെ ഒന്നും ജയിക്കാൻ പറ്റത്തില്ല. 2, അന്യഭാഷയുടെ ലെവല് മാറണം. നിങ്ങൾ അന്യഭാഷ സ്തോത്രം ചെയ്യാനോ അന്യഭാഷ പറയാനോ തുടങ്ങുമ്പോൾ അതൊരു ഹോട്ട് ലൈൻ പോലെ. ഹോട്ട് ലൈൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് ഹല്ലേലൂയ അമേരിക്കൻ പ്രസിഡന്റിനോട് സംസാരിക്കണമെങ്കിൽ അത് ഹോട്ട് ലൈനാണ്. ഫോൺ എടുത്താൽ ജോ ബൈഡനെ കണക്റ്റ് ആകും. അതാ ഹോട്ട് ലൈൻ. സ്വത്രം. അല്ലെങ്കിൽ ഹല്ലേലൂയ അവര് ഫോൺ എടുക്കുമ്പോഴേ ആകാശത്ത് നിൽക്കുന്ന സാറ്റലൈറ്റുമായി അത് കണക്റ്റ് ആകും. ഇതുപോലെ നാം അന്യഭാഷ പറയുമ്പോൾ തന്നെ ഒരു ആത്മസാന്നിധ്യം വന്നിട്ട് സ്വർഗവുമായി കണക്റ്റ് ആകുന്ന ഒരു തലത്തിലേക്ക് കയറി വരണം. ജീസസ്. ഈ നാളുകളിൽ സാധാരണ അന്യഭാഷ കൊണ്ടോ സാധാരണ പ്രാർത്ഥന കൊണ്ടോ ഈ വെളിപ്പെടുത്തുന്ന വിഷയങ്ങളുടെ മേൽ ജയമെടുക്കുവാൻ കഴിയത്തില്ല. കാരണം നീ പറയാൻ പോകുന്ന ദൂത് മെസ്സേജ് അതിനോട് ചേർന്നുള്ളതാണ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉണർന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ലെവല് മാറണം.
ഇനി കഴിയുന്നിടത്തോളം പേർക്ക് നിങ്ങൾ ഇത് സന്ദേശം ഷെയർ ചെയ്യണം. യൂട്യൂബിൽ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഹല്ലേലൂയ. കാരണം ഈ സന്ദേശങ്ങളെല്ലാം വെറുതെ പുസ്തകം എടുത്തൊരു നോട്ട് തയ്യാറാക്കിയല്ല പ്രസംഗിക്കുന്നേ. ഹല്ലേലൂയ. രാത്രികളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് തരുന്ന സന്ദേശമാണ് കൈമാറുന്നത്. ജീസസ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 16-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 16-ാം അധ്യായം 9-ാമത്തെ വാക്യം. എനിക്ക് വലിയതും സഫലമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികൾ പലരുണ്ട്. ഹല്ലേലൂയ. രണ്ടാമത്തെ ഭാഗം ശ്രദ്ധിച്ചു. എതിരാളികളും ഒന്നെന്നല്ല പലരുണ്ട്. സ്തോത്രം. അപ്പം പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഒരു കാര്യം നമ്മൾ ഓർത്തോണം. ഹല്ലേലൂയ, ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമാണ്, വാതിലുകൾ തുറക്കുന്ന ദൈവമാണ്. പക്ഷെ മറക്കരുത്, തുറക്കുന്ന വാതിലിനെ അടയ്ക്കാൻ ശത്രു മുഴുവനത്തോടെ പോരാടും. ഹല്ലേലൂയ. അപ്പോൾ തന്നെ അടഞ്ഞിരിക്കുന്നതിനെ തുറപ്പിക്കാതിരിക്കാൻ ശത്രു മാക്സിമം ബലം പിടിക്കും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. ചിലപ്പോ നമ്മള് കടക് പൂട്ടി ഞങ്ങളെ കഥനിച്ച് തയ്ക്കാം. സ്വത്രം നല്ല ബലം പിടിച്ചതിലേ തുറക്കത്തുള്ളൂ. സ്വത്രം. സാധാരണ നിലയിൽ അതിന്റെ ഹാൻഡിൽ തിരിച്ചിട്ട് ഇങ്ങോട്ട് പിടിച്ചാൽ അത് തുറക്കു വരികയില്ല. ജീസസ്. നല്ല ബലം പിടിക്കും. ഇതുപോലെ തന്നെയാണ് സാധാരണ നിലയിൽ തുറന്നു വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇപ്പോൾ നന്നായി മല്ല് പിടിച്ച് തുറന്നെങ്കിലേ തുറന്നു വരത്തുള്ളൂ. ഇനി അവിടെ നമ്മുടെ കഴിവുകൊണ്ട് തുറക്കത്തുമില്ല, അവിടെ ഒരു ആവശ്യമുണ്ട്, അത് പുറകെ വരും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അപ്പോസ്തലൻ പറയാണ്, എനിക്ക് എങ്ങനെയുള്ള വാതിലെ തുറന്നു കിട്ടിയത്? വലിയതും സഫലവുമായൊരു വാതിൽ. കണ്ടോ, ചെറിയ വാതിലല്ലായിരുന്നു, വലിയത് സഫലമായത് എന്ന് പറഞ്ഞാൽ ആ വാതിൽ കൂടെ കയറിയാൽ വളരെ അനുഗ്രഹമായ അനുഭവങ്ങൾ, സഫലമായത്, പ്രവൃത്തികളുടെ ഫലം വരുന്ന വാതിലാണ് തുറന്നു കിട്ടുന്നത്. ജീസസ്. പലപ്പോഴും വാതിലുകൾ തുറക്കാറുണ്ട്, പക്ഷേ ഫലങ്ങൾ കുറവായിരിക്കും, ഫലങ്ങൾ ശുഷ്കിച്ചു പോകും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് അങ്ങനെയല്ല. എനിക്ക് വലിയതും സഫലമായ ഒരു വാതിൽ, പക്ഷെ മറുവശം എതിരാളികൾ പലരുണ്ട്, ഒന്നല്ല പലരുണ്ട്. ജീസസ്. അങ്ങനെയെങ്കിൽ ഈ പലരായി നിൽക്കുന്നവരെ പോരാടി നിന്നെങ്കിലേ തുറന്ന വാതിൽ കൂടെ പ്രവേശിച്ചിട്ട് അതിന്റെ നന്മ അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ. ജീസസ്. അപ്പോസ്തല പ്രവൃത്തികൾ 14:27 നോക്കിക്കേ. 14:27. അവിടെ എത്തിയ ശേഷം സഭ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളുടെ കൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരോട് കൂടെ കുറെ കാലം അവിടെ പാർത്തു. അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടി ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. ഈ വിശ്വാസത്തിന്റെ വാതിൽ യേശുവിനെ അറിയാത്തവർക്ക് വേണ്ടി തുറന്നു കിട്ടുവാൻ ഇദ്ദേഹം വലിയ വില കൊടുത്തു. ചുമ്മാതല്ല പറഞ്ഞ കാര്യം പറഞ്ഞേ, വലിയ വില കൊടുത്തിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഹല്ലേലൂയ. എന്നാ കിട്ടി? ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തത്. കർത്താവ് ഈ വാതിൽ ജാതികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടി അപ്പോസ്തലൻ വലിയൊരു വില കൊടുത്തു. അതിന്റെ വിലയാണ് ഇന്ന് പലയിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇവിടെ സമാധാനമുള്ള ദേശത്ത് എന്ത് ചെയ്യണം? ദൈവജനം മല്ല് പിടിച്ച് പ്രാർത്ഥിക്കണം. ജീസസ്. ഹല്ലേലൂയ. ദൈവജനം സിയോൻ പുത്രിയെ നീ രാവും പകലും ഓരോലെ കണ്ണി
കണ്ണീരൊഴുക്ക എന്ന് നമ്മൾ പ്രവചന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ജീസസ് അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവജനം രാവന്നില്ല പകലുന്നില്ല കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. പണ്ടത്തെ പ്രാർത്ഥനയില്ല, ആത്മതലത്തിൽ കയറി പ്രാർത്ഥിക്കണം. ജീസസ് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ അന്യഭാഷയിൽ അങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ സ്വർഗവുമായിട്ടൊരു ഹോട്ട് ലൈൻ കണക്ഷൻ വെളിപ്പെടണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വർഗത്തിൽ കയറും. ജീസസ് ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. ഓ ഹല്ലേലൂയ. അങ്ങനെ ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കിട്ടാൻ വേണ്ടി വലിയൊരു വില കൊടുത്തു നിൽക്കുവാൻ ഈ നാളുകളിൽ കഴിയുമോ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. 19:8 മുതൽ ഒന്ന് വായിച്ചേ. 19. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെ കുറിച്ചും സമ്പാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന് മുൻപാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ച് തുറന്നോസിന്റെ പാഠശാലയിൽ ദിനംപ്രതി സമ്പാദിച്ചു പോന്നു. അത് 2 സംവത്സരത്തോളം നടക്കിയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾക്കാൻ ഇടയായി. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കാൻ അവന്റെ മെയ്മേൽ നിന്നും റൂമാലും ഉത്തിരിയവും രോഗിയുടെ മേൽ കൊണ്ടുവന്നിടുകയും അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. അവ 2 വർഷത്തോളം ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും എല്ലാവരും വചനം കേൾപ്പാൻ ഇടയാകത്തക്കവണ്ണം പൗലോസ് എന്ത് ചെയ്തു? തുറന്നോസിന്റെ പാഠശാലയിൽ ദിനം പ്രതി സംവാദിച്ചു പോന്നു. വെറുതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. എന്തുകൊണ്ടാണ് അതങ്ങനെ ശക്തമായി വെളിപ്പെടാൻ കാരണം? അത് താഴെ പറയുന്നത്, ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിച്ചു. സ്വത്രം. അതുകൊണ്ടാണ് 2 വർഷം തുടർച്ചയായി തുറന്നോസിന്റെ പാഠശാലയിൽ പ്രസംഗിച്ചപ്പോൾ ആസിയിലുള്ള ജനമെല്ലാം ഇത് കേൾക്കാൻ കടന്നു വന്നു. കാരണം എന്നാ? പൗലോസിന്റെ കയ്യാൽ യേശു കർത്താവ് അസാധാരണമായ വീര്യപ്രവർത്തികൾ ചെയ്തു. എന്തൊക്കെയാ നടന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. പൗലോസിന്റെ ശരീരത്തിലിടുന്ന അല്ലെങ്കിൽ തോളിലിടുന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ 2 മുണ്ട് അല്ലെ തോർത്ത്, ഇതുകൊണ്ട് അല്ലെ ടവൽ, ഇത് കൊണ്ടുപോയി എന്ത് ചെയ്യും? രോഗികളുടെ മേലിടും. അപ്പക്ഷണത്തിൽ അവർ സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുപോകും. അടുത്ത പറഞ്ഞു, മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. ജീസസ്. ഈ നാളുകൾ ഇത് തന്നെ വെളിപ്പെടണം. ഹല്ലേലൂയ. ഈ നാളുകളിൽ ഇത് തന്നെ വെളിപ്പെട്ടെങ്കിലേ അന്ധകാരം മാറത്തുള്ളൂ. ഹല്ലേലൂയ. വചനം അന്ധകാര ഭൂമിയെയും കൂരിയിട്ട് ജാതികളെയും മൂടുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ എന്ത് വേണം? ഹല്ലേലൂയ. എന്റെ യേശുവിന്റെ പ്രസാദം വന്നിട്ട് അസാധാരണമായ വീര്യപ്രവർത്തികൾ വെളിപ്പെടുമ്പോൾ ഇങ്ങോട്ട് ഓടി വരും. അതിനെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയത്തില്ല. ജീസ്. ഒരു പിശാചിനും അതിനെ തടഞ്ഞു നിർത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. അങ്ങനെ ഹല്ലേലൂയ. എതിരാളികൾ പലരും നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചാൽ, പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലോസ് കടന്നുപോയ പാതകൾ, താൻ അനുഭവിച്ച കഷ്ടങ്ങൾ, അതിനെ കുറിച്ച് പിന്നെ പറയുന്നുണ്ട്. യേശു തന്റെ സഭയ്ക്ക് വേണ്ടി തന്റെ ശരീരത്തിൽ അനുഭവിച്ചതിന്റെ ബാക്കി ഞാൻ എന്റെ സ്വന്തം ശരീരത്തിൽ പൂരിപ്പിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അതുപോലെ കഷ്ടത അനുഭവിച്ചു ആ ദൈവസഭയുടെ പണിക്ക് വേണ്ടി, അല്ലെങ്കിൽ ജാതികളിൽ വിശ്വാസത്തിന്റെ വാതിൽ തുറന്നിട്ട് അവരെ അതിൽ കൂടെ പ്രവേശിച്ച് ജീവരക്ഷ പ്രാപിക്കാൻ. ഹല്ലേലൂയ. എന്നാ ആ എതിരാളികൾ പലരുണ്ടായിരുന്നു. പല രൂപത്തിൽ, ഭാവത്തിൽ, വേഷത്തിൽ എതിരാളികൾ അനേകരുണ്ടായിരുന്നു.
എന്നാൽ അതിന്റെ എല്ലാം മധ്യത്തിൽ ഈ അസാധാരണമായ വീര്യപ്രവൃത്തികൾ നടന്നത് നിമിത്തം ആർക്കും എതിർപ്പാനോ ചെറുത്തു നിൽക്കാനോ കഴിയാത്ത തലത്തിൽ തന്നിൽ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. കല്ലെറിഞ്ഞു, മരിച്ചുപോയെന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? മരിച്ചുപോയി. ഹല്ലേലൂയ. കാലിലും കയ്യിലും പിടിച്ച് ഓടയിലേക്ക് വലിച്ചെറിഞ്ഞു. സ്തോത്രം. എന്നാൽ സഹോദരന്മാർ ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുകയും താൻ എഴുന്നേറ്റ് വന്നു. ഹല്ലേലൂയ. എന്തൊരു വലിയ ദൈവപ്രവൃത്തി. ജീസസ്. എതിരാളികൾ പോലും നിശബ്ദമാകുന്ന തലത്തിലുള്ള ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. താങ്ക് യു ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ അത് തന്നെ വെളിപ്പെട്ടു വേണം. അതിലുപരിയായത് വെളിപ്പെടണം. അതിനുവേണ്ടിയാണ് ദൈവജനം പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. 2 കൊരിന്ത്യർ 2:12 നോക്കിക്കേ. എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നേറെ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്ക് ഒരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എന്റെ സഹോദരനായ തീത്തോസിനെയും കാണാനിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായിരിക്കാൻ ഞാൻ അവരോട് യാത്ര പറഞ്ഞ മക്കോദോന്യയിലേക്ക് പുറപ്പെട്ടു. ഹല്ലേലൂയ. കണ്ടോ? അപ്പൊ ഇവിടെ ഹല്ലേലൂയ അപ്പോസ്തലൻ ഇങ്ങനെ യാത്ര ചെയ്ത് ഹല്ലേലൂയ ഇവിടെ എത്തി, ത്രോവാസിലെത്തി. അവിടെ വന്നപ്പോ ഹല്ലേലൂയ കർത്താവിന്റെ പ്രവൃത്തിക്ക് ഒരു വാതിൽ തുറന്നു കിട്ടി. സ്തോത്രം. പക്ഷേ ഉള്ളിലൊരു സന്തോഷം വന്നില്ല. കാരണം ഞാൻ കൂട്ടു സഹോദരനായ തീത്തോസിനെ കാണാനിട്ട് മനസ്സിലൊരു സ്വസ്ഥത വന്നില്ല. നമ്മൾ ഒരു കാര്യം ഓർക്കണം, തുറക്കുന്ന എല്ലാ വാതിലും ദൈവത്താലുള്ളതല്ല. ചിലത് നമ്മളെ കുടുക്കിയിടുവാൻ ചില വാതിലുകൾ തുറന്നു വരും. കുടുക്കിയിടുവാൻ. ജീസസ്. ദൈവം ഒരുക്കിയിരിക്കുന്ന വസ്തുമായ ഉയർച്ചയും അനുഗ്രഹവും പ്രാപിക്കാതിരിക്കേണ്ടതിന് ചെറിയൊരു വാതിൽ തുറന്നിട്ട് അതിനകത്തൂടെ കയറ്റി കുടുക്കിയിടുന്ന പിശാചിന്റെ തന്ത്രം. ഇവിടോട്ടല്ലായിരുന്നു അപ്പോസ്തലനെ അയച്ചത്. പിന്നെ എവിടോട്ടായിരുന്നു? മക്കദോന്യയിലേക്ക്. ജീസസ്. താൻ ദർശനം കണ്ട എന്തുവാ? മക്കദോന്യക്കാരൻ നിന്ന് വിളിക്കുന്നു, നീ ഇവിടെ വന്ന് ഞങ്ങളെ സഹായിക്കണം. ത്രോവാസിലല്ലായിരുന്നു. ത്രോവാസിൽ പക്ഷെ വന്നപ്പോൾ എന്ത് കിട്ടി? വാതിൽ തുറന്നു കിട്ടി. സാധാരണക്കാരാണെങ്കിൽ സന്തോഷിച്ച് കളയും. ഏറ്റവും ദൈവം തുറന്ന വാതിൽ. പക്ഷേ ഈ വാതിൽ എന്നൊക്കെ തുറന്നു കണ്ടിട്ടും അദ്ദേഹത്തിന് ഒരു സ്വസ്ഥത വന്നില്ല. അപ്പൊ നോക്കിയപ്പോ കൂട്ടുവേലക്കാരൻ തീത്തോസ് എവിടെ ഇല്ല. അപ്പൊ എന്താ ചെയ്തു? ഇതായി എന്നാ പോയിക്കൊടുന്നു. അങ്ങനെ എങ്ങോട്ട് പോയി? മക്കദോന്യക്ക് പോയി. എന്നാൽ അവിടെ ചെന്നപ്പം അടി ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്തു. പക്ഷേ വെളിപ്പാട് പൂർത്തിയായി. മക്കദോന്യക്കാരനെ കണ്ടുമുട്ടി. ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, തുറക്കുന്ന എല്ലാവരും ദൈവം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. തുറക്കുന്ന എല്ലാ വാതിലും ദൈവഹിതമല്ല. ജീസസ്. ദൈവഹിതത്തിലേക്ക് എത്തുവാൻ ചില ഘട്ടങ്ങൾ പ്രയാസങ്ങൾ വന്നെന്ന് വരും. പക്ഷേ അത് വിശാലമായതായിരിക്കും. നമുക്കറിയാം, അവിടെ സാധാരണക്കാരനെ അല്ല പോയി സ്നാനപ്പെടുത്തിയത്, ജയിൽ സൂപ്രണ്ടിനെ. സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ള ജയിൽ സൂപ്രണ്ടിനെയാണ്, ആ കുടുംബത്തെയാണ് പോയി സ്നാനപ്പെടുത്തിയത്. പക്ഷെ ഒരു വില കൊടുക്കേണ്ടി വന്നു. എന്നാലും ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി മഹത്വകരമായി വെളിപ്പെട്ടു. പക്ഷെ ത്രോവാസിൽ നിന്നിരുന്നില്ലയോ? ഓ ജീസസ്. പ്രിയമുള്ളവരെ, ദൈവജനം വിവേചനം പ്രാപിക്കട്ടെ. തുറന്നു കിട്ടുന്ന എല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് തിരിച്ചറിയുവാനുള്ള തിരിച്ചറിവ് പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ ഒരു വാതിൽ തുറന്നു കിട്ടിയെന്ന് പറഞ്ഞ് അവിടെ തന്നെ നിന്നില്ല. ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ച് ഓടുവാൻ. പ്രിയമുള്ളവരെ, നമ്മളിത് അന്ത്യനാളുകളാണ്, മറക്കരുത്. നമ്മളെ ദൈവദിനത്തെ കുടുക്കുവാൻ പിശാച് ഏത് വഴിവേളയിൽ പ്രവർത്തിക്കും. സാത്താൻ താനും വെളിച്ചതൂതിന്റെ വേഷം ധരിക്കുന്നുവല്ലോ. നമ്മൾ വിചാരിക്കും അയ്യോ ദൈവം തുറന്ന. പക്ഷേ ചിലപ്പോൾ നമ്മളെ കുഴിയിൽ തള്ളിയിടാനോ കെണിയിൽ അകപ്പെടുത്താനോ ഉള്ള വാതിലായിരിക്കും തുറന്നു വന്നത്. ദൈവജനം പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിച്ച് അതിന്റെ മറുപടി പ്രാപിച്ചു വേണം മുന്നോട്ട് പോകാൻ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് സ്തോത്രം. ഹല്ലേലൂയ. എതിരാളികളും പലരുണ്ട്. നമുക്കറിയാം, ഈ യാത്രയിലെല്ലാം
ഇഷ്ടംപോലെ എതിരാളികൾ ഉണ്ടായിരുന്നു. എതിരാളികൾ ഇഷ്ടംപോലെ കിട്ടുകയും ചെയ്തു. പക്ഷേ ക്ഷീണിച്ചു പോയോ? ഇല്ല. സ്വത്രം ഹല്ലേലൂയ. റോമാലേഖനത്തിൽ പറഞ്ഞ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നത് ആര്? കഷ്ടതയോ, നഗ്നതയോ, പട്ടിണിയോ, ആപത്തോ, പാവോ, ഇതൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർതിരിക്കുന്നില്ല. ജീസസ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവചനം 45:1 വന്നാട്ടെ. ഇവിടെ ജാതീയ രാജാവിന്റെ കാര്യമാണ് പറയുന്നത്. യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. നോക്കിയേ, ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താൻ കണ്ട രാജാവിനോട് പറയാ എന്റെ അഭിഷക്തനാണ്. ഹല്ലേലൂയ. എന്നിട്ട് അവന് ജാതികളെ കീഴടക്കി, അവന് കണ്ടോ, ദൈവം ചെയ്തു കൊടുക്കുന്ന വഴി നോക്കിയാണോ? ജാതികളെ കീഴടക്കി, രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന് അവനെ തുറന്നിരിക്കേണ്ടതിന് ശ്രദ്ധിച്ചോ, കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിപ്പാൻ ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. കാര്യമുണ്ട്, വെറുതെ അല്ല ഇങ്ങനെ ദൈവം ചെയ്തത്. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. ആ ജാതികളുടെ, ആ രാജാക്കന്മാരുടെ അരക്കച്ച അഴിക്കുവാൻ. ഹല്ലേലൂയ. കതകുകൾ അവൻ എന്തിനാണ് പറഞ്ഞേ? തുറന്നിരിക്കേണ്ടതിന്. പിന്നെ തുറന്നത് അടയാതിരിക്കാൻ ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ വെറുതെയല്ല ചെയ്യുന്നത്. ഈ കോരേശാണ് എന്താ ചെയ്യുന്നത്? ഈ രാജ്യത്തിൽ യഹോവയുടെ ജനമുണ്ടെങ്കിൽ അവർ ഇസ്രായേലിലെ ദൈവത്തിന്റെ ആലയം പണിയുവാൻ താല്പര്യമുള്ളവർ അവർ പുറപ്പെടട്ടെ. ജീസസ്. ആലയം പണിയാൻ ആദ്യം കൽപ്പന പുറപ്പെടുവിക്കുന്നത് കോരേശ. അതുകൊണ്ടാ ദൈവം പറഞ്ഞേ, ഞാൻ എന്ത് ചെയ്യുക? അവന്റെ കൈപിടിക്കുക. എന്തിന്? വാതിലുകൾ തുറന്നിരിക്കാൻ, തുറന്നത് അടയാതിരിപ്പാൻ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരു സന്ദർഭത്തിൽ പൗലോസിനോട് യേശു കർത്താവ് പറയുന്നുണ്ട്, പൗലോസേ ഭയപ്പെടേണ്ട, ഈ പട്ടണത്തിൽ എനിക്ക് അനവധി ജനമുണ്ട്. നീ ധൈര്യത്തോടെ പ്രസംഗിച്ചു, ആരും നിന്നെ തൊടുകയില്ല. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ പറയുന്നത്, ഹല്ലേലൂയ, നീ എന്റെ ആലയം പണിയാൻ കൽപ്പന പുറപ്പെടുവിക്കേണ്ടവനാകയാൽ ഞാൻ നിന്നെ കൈപിടിച്ചിരിക്കുക. എന്തിനാ? കതകുകൾ അടയാതിരിക്കാൻ. ഹല്ലേലൂയ. അടഞ്ഞിരിക്കുന്ന കതകുകൾ തുറന്നു വരാൻ, തുറന്നിരിക്കുന്ന വാതിലുകൾ അടയാതിരിപ്പാൻ ഞാൻ നിന്റെ കൈ പിടിച്ചിരിക്കുക. ഹല്ലേലൂയ. കാരണം ഈ പറയുന്ന ഞാൻ ആരാ? ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന് മോശയോട് പറഞ്ഞ സർവശക്തിയുള്ള ദൈവമാ പറയുന്നേ. ഞാൻ നിന്റെ കൈ പിടിച്ചിരിക്കുക. അപ്പൊ എന്റെ സാന്നിധ്യം വരുന്നിടത്ത് ഒരു കതകം അടഞ്ഞിരിക്കത്തില്ല, തുറന്നിരിക്കും. ഇനി എന്റെ സാന്നിധ്യം വെളിപ്പെടുന്നിടത്ത് തുറന്നത് അടയത്തില്ല. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. അതിന്റെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. എന്നെ പറയുന്നു? 2:13 വായിച്ചേ. 2:13 നോക്കിക്കേ. നീ എവിടെ പാർക്കുന്നു എന്നെ അത് സാത്താന്റെ സിംഹാസനം ഉള്ളതാകുന്നു. 3:8 നോക്കി. 3:8 വെളിപ്പാട് 3. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ട്. കണ്ടോ? ഹല്ലേലൂയ. ഈ വാതിൽ തുറന്നു വെച്ച എന്തുകൊണ്ടാ? നീ എന്റെ വചനം കാത്തു, എന്റെ നാമം മറ്റുള്ളവരുടെ മുമ്പിൽ നിഷേധിച്ചില്ല. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുക. ആരും അത് അടയ്ക്കത്തില്ല. പക്ഷെ പലപ്പോഴും നമുക്ക് പറ്റുന്ന ചിലപ്പോൾ നമ്മൾ യേശുവിന്റെ നാമത്തെ നിഷേധിക്കും. ഹല്ലേലൂയ. ഇവിടെ എന്നാ പറഞ്ഞേ? ഹല്ലേലൂയ.
ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, നിനക്ക് ശക്തി കുറവാ. പക്ഷെ നിന്റെ ശക്തിയുള്ളൊന്നുമല്ല വാതിൽ തുറക്കുന്നേ. പിന്നെ എങ്ങനെയാ? നീ എന്റെ വചനം കാത്തു. വചനം കാത്താ മാത്രം പോരാ. അവിടെ ചിലർക്ക് തെറ്റുപറ്റി പോകുന്നു. ചിലർ വചനം അങ്ങ് കാത്ത് അതിനകത്തുള്ളത്, പക്ഷെ യേശുവിന്റെ നാമത്തെ നിഷേധിച്ചു കളയും. മറ്റുള്ളവർ മനുഷ്യരുടെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി യേശുവിന്റെ നാമത്തെ നിഷേധിക്കും. പോയി കാര്യം. ജീസസ്, ഹല്ലേലൂയ. ഞാനൊരു വാതിൽ ആർക്കു വേണ്ടിയാ തുറന്നു വെക്കുന്നേ? വചനം കാത്ത് തന്റെ നാമത്തെ നിഷേധിക്കാതെ അതിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് വാതിൽ തുറക്കുന്നത്. ആ വാതിൽ ഒരിക്കലും അടയത്തില്ല. ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. 2:13 നമ്മൾ മുമ്പേ വായിച്ചത് അത് തന്നെയാണ്. ഹല്ലേലൂയ. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ഹല്ലേലൂയ. പെർഗമോസിലെ സഭയോട് പറയാണ്, എന്റെ വിശ്വസ്ത സാക്ഷിയായിരുന്ന അന്തിപ്പാസിനെ കൊന്ന കാലത്തും എന്റെ നാമത്തെ നിഷേധിച്ചില്ല, തള്ളിപ്പറഞ്ഞില്ലെന്ന്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. യിരെമ്യാ പ്രവചനം 51:11 വായിച്ചാട്ടെ. പരിചരിപ്പീൻ. യഹോവ മേദ്യ രാജാക്കന്മാരുടെ മനസ്സ് ഉണർത്തിയിരിക്കുന്നു. ബാബേലിനെ നശിപ്പിക്കാൻ തക്കവണ്ണം അവന്റെ നിരൂപണം അതിന് വിരോധമായിരിക്കുന്നു. ഇത് യഹോവയുടെ പ്രതികാരം, തന്റെ മന്ദിരത്തിനു വേണ്ടിയുള്ള പ്രതികാരം തന്നെ. ഹല്ലേലൂയ. അമ്പം മിനുക്കുവിൻ, പരിചരിപ്പീൻ. മേദ്യ രാജാക്കന്മാരുടെ മനസ്സ് ഉണർത്തിയിരിക്കുന്നു. നമുക്കറിയാം, നെബൂഖദ്നേസറിന്റെ കൊച്ചുമകനാകുന്ന ബൽശസ്സർ യെരൂശലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന പൊൻ വെള്ളി പാത്രങ്ങൾ, ആലയത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ എടുത്ത് അതിനകത്ത് അവനും ഭാര്യമാരും വെപ്പാട്ടുകളും എല്ലാം പ്രഭുക്കന്മാരും ഒക്കെ ചേർന്ന് വീഞ്ഞു കുടിച്ച് രസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കൈപ്പത്തി ഇറങ്ങി വന്ന് ഭിത്തിമേൽ എഴുതി, മേനെ മേനെ തെക്കൽ ഊഫർസീൻ. ഹല്ലേലൂയ. നിന്നെ തുലാസിൽ തൂക്കി നിന്നെ കുറവുള്ളവനായി കണ്ടു, നിനക്ക് അന്തം വരുത്തിയിരിക്കുന്നു, നിന്റെ രാജത്വത്തിന് അന്തം വരുത്തി. അന്നു രാത്രി ഹല്ലേലൂയ രക്തച്ചൊരിച്ചിൽ കൂടാതെ മേദ്യനാകുന്ന ദരിയാവേശ് ഈ ബെൽശസ്സറിനെ കൊന്ന് ഹല്ലേലൂയ ബാബേൽ ആ രാജ്യം മുഴുവൻ പിടിച്ചടക്കി മേദ്യർ അതിന്റെ ഭരണത്തിലേക്ക് പ്രവേശിക്കും. അതാ ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. കാര്യം എന്നാ? 3 അപ്പൻ, മകൻ, കൊച്ചുമകൻ, ഈ 3 പേരുടെ കാലം നെബൂഖദ്നേസറിന്റെ മകൻ എവീൽ-മെരോദാക്ക്, അവന്റെ മകൻ ബെൽശസ്സർ, ഇവർക്ക് 3 പേർക്കും ഭരിക്കുവാനുള്ള കാലം കൊടുത്തു. പക്ഷേ യെരൂശലേമിൽ അവർ ചെയ്ത അതിക്രമം ദൈവം അനുവദിച്ചെങ്കിലും അതിൽ കൂടുതൽ അതിക്രമം ചെയ്തത് ദൈവം മുറിച്ചു വെച്ചു. അതുകൊണ്ട് തന്നെ ഇവർ കണ്ടം വരുത്തി. ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കണ്ടോ, ഞാൻ ഹല്ലേലൂയ ഇരുമ്പോടാമ്പുകളെ ഖണ്ഡിക്കും, താമ്രവാദങ്ങളെ തകർക്കും. ഹല്ലേലൂയ. അപ്പം ഇതെല്ലാം ചെയ്ത് എന്തു കൊടുത്തു? കോരേശിന് അങ്ങോട്ട് കയറി വരാൻ, മേദ്യർക്ക് കയറി വരുവാൻ വഴി തുറന്നു കൊടുത്തു. ജീസസ്. എന്നെ രക്തത്താൽ ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതിന് തന്നെ ഹല്ലേലൂയ സ്തോത്രം. 20-24 വായിച്ചാണ്. യിരെമ്യാ പ്രവചനം 20-24. അവന്റെ നാമം യഹോവ എന്നാകുന്നു ദൈവത്തിന്റെ നാമം. നീ എന്റെ വെൺമഴവും യുദ്ധത്തിനുള്ള ആയുധങ്ങളും ആകുന്നു. ഞാൻ നിന്നെ കൊണ്ട് ജാതികളെ തകർക്കും, രാജ്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. നിന്നെ കൊണ്ട് ഞാൻ കുതിരയെയും അതിന്റെ പുറത്ത് കയറിയിരിക്കുന്നവനെയും തകർക്കും. നിന്നെ കൊണ്ട് ഞാൻ രഥത്തെയും അതിലിരിക്കുന്നവനെയും തകർക്കും. നിന്നെ കൊണ്ട് ഞാൻ പുരുഷനെയും സ്ത്രീയെയും തകർക്കും. നിന്നെ കൊണ്ട് ഞാൻ വൃദ്ധനെയും ബാലനെയും തകർക്കും. നിന്നെ കൊണ്ട് ഞാൻ യുവാവിനെയും യുവതിയെയും തകർക്കും.
നിന്നെ കൊണ്ട് ഞാൻ ഇടയനെയും ആട്ടിൻ കൂട്ടത്തെയും തകർക്കും. ഹല്ലേലൂയ. മണി അവിടെ നിൽക്കട്ടെ. അതിന്റെ ഏത് മനുഷ്യനും 17 മുതൽ ഏത് മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാനമില്ലാത്തവനും ആകുന്നു. തട്ടാന്മാരൊക്കെയും വിഗ്രഹം നിമിത്തം ലജ്ജിച്ചു പോകുന്നു. അവർ വാർത്തുണ്ടാക്കിയ ബിംബം വ്യാജമത്രേ, അവരിൽ ശ്വാസവും ഇല്ല, അവ മായയും വ്യർത്ഥ പ്രവൃത്തിയും തന്നെ. സന്ദർശന കാലത്ത് അവ നശിച്ചു പോകും. യാക്കോബിന്റെ ഓഹരിയായവൻ ഇവയെ പോലെയല്ല, അവൻ സർവത്തെയും നിർമ്മിച്ചവൻ. ഇസ്രായേൽ അവന്റെ അവകാശഗോത്രം, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു. എന്നിട്ട് ഇനി ഇസ്രായേലിനെ കുറിച്ചാണ് പിന്നെ താഴ്ത്ത് പറയുന്നത്. അല്ല പെട്ടെന്ന് മനസ്സിലാകത്തില്ലല്ലോ. നീ എന്റെ വെൺമഴവും യുദ്ധത്തിനുള്ള ആയുധവുമാകുന്നു. ഞാൻ നിന്നെ കൊണ്ട് ജാതികളെ തകർക്കും, രാജ്യങ്ങളെ നശിപ്പിക്കും. ഈ താഴെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇത് ഇസ്രായേലിനെ കുറിച്ച് പറയുന്നതാ. ആരെയും ചുറ്റും കുഞ്ഞു രാജ്യമാണെങ്കിലും ചുറ്റുമുള്ളവർക്കും ഭീതിയാ, പേടിയാ. കാരണം എന്നാ? അവരുടെ അധിപതി സൈന്യങ്ങളുടെ യഹോവയാ. ഹല്ലേലൂയ. 67 യുദ്ധത്തിൽ നമുക്കറിയാം, ഈജിപ്തും എല്ലാം ചേർന്ന് ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം ചേർന്ന് അവരോട് പോരാടി. പക്ഷേ ദൈവം അവർക്ക് വേണ്ടി നിന്നു. കടന്നലുകൾ വന്ന് ശത്രു സൈന്യത്തെ കുത്തി. ജീസസ്. ഹല്ലേലൂയ. വാളും കുന്തവും അല്ലെങ്കിൽ ഇന്നത്തെ AK-47 ബോംബോ കൊണ്ടാണ് നല്ല ജയിച്ചത്. പിന്നെ ദൈവം തന്റെ സൈന്യത്തിലെ ഒരു കൂട്ടമാകുന്ന കടന്നലുകളെ അയച്ചു. ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ദൈവം തുറക്കുന്ന വാതിൽ, അതിന് വിരോധമായി ദൈവമാണ് ഭൂപടത്തിൽ നിന്ന് മാറ്റപ്പെട്ട രാജ്യത്തെ പിന്നെയും അവിടെ യഥാസ്ഥാനത്താക്കിയത്. അതിനെ തകർത്തു മുടിച്ചു കളയുവാൻ ചുറ്റുമുള്ളവർ കൂട്ടം കൂടിയെങ്കിൽ അതിനെ യഥാസ്ഥാനത്താക്കിയ ദൈവത്തിന്റെ പ്രവൃത്തി, വാതിലുകൾ തുറക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ശക്തിയോടെ വെളിപ്പെട്ടപ്പോൾ ഇന്നും ലോകരാജ്യങ്ങളുടെ മധ്യത്തിൽ കുഞ്ഞു രാജ്യമാണെങ്കിലും എല്ലാവർക്കും പേടിയ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ പ്രാർത്ഥിക്കുമെങ്കിൽ ഹല്ലേലൂയ. സാധാരണയല്ല, മുമ്പേ പറഞ്ഞ നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഹോട്ട്ലൈൻ ബന്ധം സ്ഥാപിച്ച് ആത്മസാന്നിധ്യം വെളിപ്പെടുന്ന ആ ലെവലിലാണോ ഹല്ലേലൂയ പരിശുദ്ധാത്മാ കൂടെ നിൽക്കും. ഞാൻ വരികയാണ്, അതിന്റെ കീഴിലേക്ക് വരുന്നുണ്ട് ഞാൻ ഒടുവിൽ. ഹല്ലേലൂയ. കൂടെ നിൽക്കും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എവിടെ ശത്രു മുഴുവനത്തോടെ പോരാടിയാലും ആ പോരാട്ടങ്ങളെ തകർക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. രക്തത്താലെയും. കാരണം നാം നിൽക്കുന്ന കാലം എന്ന് പറയുന്നത് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കുന്ന നാളുകളാണ്. കഴിയുമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെയും തെറ്റിക്കുന്ന നാളിലാണ് നമ്മൾ നിൽക്കുന്നത്. സാധാരണക്കാരനെ ഓർക്കണ്ട. സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും ഓർത്തു. തെരഞ്ഞെടുക്കപ്പെട്ടവരെ, ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടവരെ തെറ്റിക്കുന്ന നാളിലാണെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്താകും? ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. അതുകൊണ്ട് തന്നെ എതിരാളികൾ പലരുണ്ടെന്ന് അവിടെ പറയുമ്പോൾ എതിരാളികൾ പലരാണ്. യുദ്ധം സാധാരണ യുദ്ധമല്ല, അസാധാരണമായ യുദ്ധമാണ്. അപ്പൊ അതിനുവേണ്ടി എന്തോണം? അസാധാരണമായ വീര്യപ്രവൃത്തികൾ വെളിപ്പെടണം. ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എഫെസ്യ ലേഖനം 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഇനി ഇത്രയും പറഞ്ഞതിന്റെ കീഴിലോട്ട് വരിക. താക്കോലിലോട്ട് വരിക. വാതിൽ തുറന്ന് അടയാതിരിക്കാനുള്ള താക്കോലാണ് പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. അവിടെ അതിന്റെ കുറിവാക്യമാണ് വായിച്ചത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവ് ദുഃഖിക്കാതിരിക്കുവാൻ. ഓ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പറയുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ജീവിതത്തിൽ
പരിശുദ്ധാത്മാവ് ദുഃഖിക്കാതിരിക്കുവാൻ നമ്മൾ ഈ നാളുകളിൽ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. തൃത്വത്തിലെ ഏറ്റവും സെൻസിറ്റീവായ പേഴ്സണാണ്, വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, പിതാവിനോ പുത്രനോ എതിരെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങളോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് വിരോധമായി പറഞ്ഞാൽ അത് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ക്ഷമിക്കത്തില്ല. ജീസസ്. പ്രിയമുള്ളവരെ, ഈ അന്ത്യനാളിൽ മുമ്പേ പറഞ്ഞല്ലോ, തിരഞ്ഞെടുക്കപ്പെട്ടവരെയും തെറ്റിക്കുവാൻ പോരാടി നിൽക്കുന്ന ഈ നാളിൽ തുറന്ന വാതിലുകൾ അടച്ചു കളയുവാൻ ശക്തിയോടെ ഒരാളെ കൊണ്ട് പറ്റുന്നില്ലെന്ന് കാണുമ്പോൾ, ഒരിക്കൽ കർത്താവ് പറഞ്ഞില്ലേ, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയി, അവൻ ചുറ്റിക്കറങ്ങിയില്ല, നടന്നിട്ട് ഒരിടം കട്ടിയില്ല. അവൻ എന്ത് ചെയ്തു? തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 എണ്ണത്തിനെയും കൂടെ കൂട്ടി 8 പേര് തിരിച്ചു വന്നപ്പോൾ, ഇവിടെ അടിച്ചുവാരി വൃത്തിയൊക്കെ ആയിട്ട് കിടക്കുന്നെങ്കിലും ഈ 8 പേരെ ചേർത്ത് നിൽക്കാനുള്ള പവറില്ലാഞ്ഞത് കൊണ്ട് ഈ 8 പേരെ അകത്ത് കയറി. ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ശത്രു പോരാടിയ പല എതിരാളികൾ. അപ്പൊ ഒരാൾക്ക് പറ്റുന്നില്ലെങ്കിൽ വേറെ 7 പേരെ കൂടെ വിളിച്ചോണ്ട് വരും. അവിടെ നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ, ജയിച്ചു നിൽക്കണമെങ്കിൽ, തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ സാന്നിധ്യവും ആലോചനയും നമുക്ക് ആവശ്യമാണ്. ജീസസ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 63 കാലയിൽ 10 വായിച്ചേ. എന്നാൽ അവർ മത്സരിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു, താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. മതി. അവർ ദൈവത്തിന്റെ എന്ത് ചെയ്തു? മത്സരിച്ചിട്ട് എന്ത് ചെയ്തു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. ഓ ജീസസ്. ഹല്ലേലൂയ. യേശുവേ കരുണ തോന്നും. ഹല്ലേലൂയ. ആരെ കുറിച്ചാ പറഞ്ഞു? ഇസ്രായേൽ ജനത്തെ കുറിച്ചാ പറഞ്ഞു. ഇസ്രായേലിൽ 10 ബാധകൾ നടത്തി, ഉജവീര്യം വെളിപ്പെടുത്തി, ഫറവോനെ മുട്ടുകുത്തിച്ചു, ചെങ്കടൽ മുക്കിക്കളഞ്ഞവന്റെ സൈന്യത്തെ അങ്ങനെ വീര്യം പ്രവർത്തിച്ചു. പുറത്തു കൊണ്ടുവന്ന ജനം മരുഭൂമി യാത്രയിൽ എന്ത് ചെയ്തു? പുറത്തു മത്സരികളായി എതിർത്തുന്നു, വിഗ്രഹാരാധനയിലേക്ക് പോയി. ഹല്ലേലൂയ. സ്തോത്രം. മാലിന്യങ്ങൾ ഭക്ഷിച്ചു. ജീസസ്. വിഗ്രഹ മാലിന്യങ്ങൾ ഭക്ഷിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. പരസംഗത്തിന് പോയി. അത് നിമിത്തം എന്ത് ചെയ്തു? നടത്തിക്കൊണ്ടുവന്ന പരിശുദ്ധാത്മാവ് ദുഃഖിച്ചു. പരിശുദ്ധാത്മാവ് ദുഃഖിച്ചപ്പോ പിന്നെ ഇവിടെ ഒരു വലിയ കാര്യം നടന്നു. എന്ത് നടന്നു? താൻ തന്നെ അവരുടെ ശത്രുവായി തീർന്നു. ആരെ? ദൈവം ശത്രുവായി തീർന്നു. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. ഇരിമയാ പ്രവചനം ഞാൻ ഇന്നലെ വായിക്കുമ്പോൾ ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്ന കണ്ടു. ഹല്ലേലൂയ. എനിക്ക് വിരോധമായി നിന്ന് പ്രവചിക്കുകയും ജനത്തോട് ആലോചന പറയുകയും ചെയ്യുന്ന കള്ളപ്രവാചകന്മാരെ, കള്ള ഇടയന്മാരെ ഞാൻ കീറിക്കളയും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. അപ്പൊ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് ദുഃഖിക്കരുത്. ദുഃഖിച്ചാൽ ആര് ശത്രുവായി മാറും? ദൈവം ശത്രുവായി മാറും. അയ്യോ, ആർക്കും സഹായിക്കാൻ കഴിയും? ആർക്കും സഹായിക്കാൻ കഴിയത്തില്ല സാഹചര്യത്തിൽ. ഓ ജീസസ്. താൻ തന്നെ അവർക്ക് എന്ത് ചെയ്തു? ശത്രുവായി തീർന്നു. പിന്നെ എന്തായിട്ട് പറയുന്നത്? താൻ തന്നെ അവർക്കെതിരെ യുദ്ധം ചെയ്തു. ദൈവം ഇവർക്കെതിരെ യുദ്ധം ചെയ്തെന്ന് ഈ യെശയ്യാ പ്രവചനം ഒടുവിലേക്ക് വരുമ്പോൾ, യെരമ്യാ പ്രവചനം ഒടുവിലേക്ക് വരുമ്പോൾ ദൈവം യുദ്ധം ചെയ്തതിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആ പുസ്തകം വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. ഹല്ലേലൂയ. എഫെസ്യർ 1:13 വായിച്ചു. 13-14 വായിക്കാം. 1:13-14. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചും സുവിശേഷ
സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവൻ വിശ്വസിക്കുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നമുക്കറിയാം, എതിർ ക്രിസ്തു അവന്റെ ഭരണം തുടങ്ങുമ്പോൾ ഒരു മുദ്രയിടും. അത് 666. ഹല്ലേലൂയ. ആ മുദ്ര നെറ്റിമേലോ വലം കൈമേലോ ഇടും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത് ശ്രദ്ധിച്ചേ, തന്റെ വാഗ്ദത്തത്തിന്റെ അച്ചാരമാണ്. ഹല്ലേലൂയ. നമ്മളോട് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ അച്ചാരം. യെസ്. എന്ത് വാഗ്ദത്തം? ഞാൻ പോയാൽ നിങ്ങൾക്ക് വേണ്ടി വീട് പണിതിട്ട് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും കൊണ്ട് ഇരുത്തും. അതിനെന്ത് ചെയ്യും? ഞാൻ പോയതുപോലെ വീണ്ടും വരും. അതിന്റെ ഉള്ള അച്ചാരമാണ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് മുദ്രയിട്ടത്. ജീസസ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കൊണ്ട് മുദ്രയിട്ടവർ ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ യേശുവിനോട് ചേർന്ന് നടക്കുമ്പോഴാണ് കാക്കളം ധ്വനിക്കുമ്പോൾ പറന്നു പോകുന്നത്. അല്ല, അതിനു മുമ്പേ മരിച്ചടക്കപ്പെട്ടെങ്കിൽ അടക്കപ്പെട്ട ഇടത്ത് നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത്. ജീസസ്. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ അതിന്റെ 5:19 വായിച്ചാട്ടെ. 1 തെസ്സലോനിക്കർ 5:19. ആത്മാവിനെ കെടുക്കരുത്, വചനം തുച്ഛീകരിക്കരുത്. പ്രവചനം തുച്ഛീകരിക്കരുത്. ആത്മാവിനെ കെടുക്കരുത്. പ്രവചനം തുച്ഛീകരിക്കരുത്. അവിടെ നിർത്തിക്കേ. ആത്മാവിനെ കെടുക്കരുത്. ഹല്ലേലൂയ. പ്രവചനം തുച്ഛീകരിക്കരുത്. ഈ രണ്ട് കാര്യവും വിവേചിക്കുവാനുള്ള കൃപ പ്രാപിക്കണം. പ്രവചനം ഈ നാളുകളിൽ ഇഷ്ടം പോലുണ്ട്. കള്ളപ്രവചനമുണ്ട്, പിശാച് പറയുന്ന പ്രവചനമുണ്ട്, കള്ളപ്രവാചകന്മാർ പറയുന്ന പ്രവചനമുണ്ട്, പരിശുദ്ധാത്മാ പറയുന്ന പ്രവചനമുണ്ട്. ഇതിലേതാ ശരിയെന്ന് വിവേചിച്ചു മനസ്സിലാക്കുവാനുള്ള കൃപ പ്രാപിക്കണം. വെറുതെ കുറ്റം പറയരുത്, വെറുതെ കുറ്റം പറയാം. അതുകൊണ്ട് ആത്മാവിനെ കെടുക്കരുത് ആദ്യമേ പറഞ്ഞത്. ഇത് ആത്മാവിൻ്റെതാണോ പിശാചിൻ്റെതാണോ എന്ന് തിരിച്ചറിയാൻ അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുന്നവരാകണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്ത് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന രീതിയിൽ കമന്റുകൾ പാസ്സാക്കരുത്. ജീസസ്. കുറ്റം പറയരുത്. ജീസസ്. തിരിച്ചറിയില്ലയോ? പ്രാർത്ഥിക്കേ. പരിശുദ്ധാത്മാവിനെ ആലോചന പറയും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ തിരിച്ചറിയാനുള്ള കൃപയില്ലയോ? പ്രാർത്ഥിക്കേ. ആത്മാവ് വെളിപ്പെടുത്തി തരും. സത്യമാണോ വെറുതെ കള്ളമാണോ? ഹാലേ. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്. കണ്ടോ, സകലം എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. ഇത് വചനപ്രകാരമാണ്. വൃക്ഷം അതിന്റെ ഫലം വെളിപ്പെടുത്തുന്നുണ്ടോ? ഹല്ലേലൂയ. ഫലമില്ലെങ്കിൽ വൃക്ഷം കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അങ്ങനെ തന്നെ ആയിരിക്കണം മറ്റേത്. ആത്മാവിക കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഫലമില്ലാത്ത വൃക്ഷം വെറുതെയാണ്. അത് മറ്റുള്ളവരെയും കൂടെ മെനക്കെടുത്തു. ജീസസ്. ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. സ്വത്രം. പിന്നെ സകലവിധ ദോഷങ്ങളും മാറിപ്പോണം. ഹല്ലേലൂയ. ആത്മാവിനെ കെടുക്കരുത്. നമ്മൾ കീ പോയിന്റിലേക്ക് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്ന നമ്മൾ ആത്മാവിന് വിരോധമായി സംസാരിക്കരുത്. എന്നാൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥനയിൽ പോരാടുന്നെങ്കിൽ ആത്മതലങ്ങൾ കയറുവാൻ എപ്പോഴും നിങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ, നിങ്ങളൊരു അന്യഭാഷ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ആ വായിൽ നിന്ന് വെളിപ്പെടുന്ന നിമിഷം ഒരു സാന്നിധ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നെങ്കിൽ ഓർക്കുക, നിങ്ങൾക്ക് ഹോട്ട്ലൈൻ കണക്ഷൻ ഉണ്ട്. ജീസസ്. ഈ നാളുകൾ പ്രിയമുള്ളവരെ, നിങ്ങൾ അത് പ്രാപിച്ചിരിക്കണം. ആ ഒരു ലെവലിൽ കയറി വരണം.
ജീസസ്. എങ്ങനെ തുറന്ന വാതിലുകൾ അടയാതിരിക്കത്തുള്ളൂ. ജീസസ്. കാരണം എതിരാളികൾ പലരാ, ഒന്നല്ല പലര്. അസൂയ, കപടപ്രാർത്ഥന, ആലേലിയ കുറ്റം പറച്ചില്, ആലേലിയ പിന്നെ പിന്നെ ലോകമത്തിൽ നിന്നുള്ള പോരാട്ടങ്ങൾ, പിന്നെ ആലേലിയ പൈശാചിക മണ്ഡലത്തിൽ നിന്നുള്ള പോരാട്ടങ്ങൾ. ഇങ്ങനെ ഒരുപാട് പേരുണ്ട് എതിരാളികൾ. ഇപ്പൊ തുറന്ന വാതിൽ എങ്ങനെയും അടയ്ക്കുവാൻ ശത്രു പോരാടുമ്പോൾ അടയാതിരിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട കീയാണ് പരിശുദ്ധാത്മാവ്. ദുഃഖിക്കരുത്. ജീസസ്. ഹല്ലേലൂയ. ഇത് അന്ത്യനാളുകൾ. പരിശുദ്ധാത്മാവ് ദുഃഖിക്കരുത്. ചേർന്ന് നടക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. യാതൊരു കാരണവശാലും ആത്മാവിന്റെ പ്രവൃത്തിക്കെതിരെ വീരൻ ചൂണ്ടരുത്. നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ആത്മാവ് വെളിപ്പെടുത്തി തരും. ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, മറക്കരുത്. ഇത് അന്ത്യനാളുകളാണ്. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞല്ലോ, ത്രോവാസ് പൗലോസിന് വാതിൽ തുറന്നു കിട്ടി. പക്ഷേ വാതിൽ തുറന്നെങ്കിലും മനസ്സിൽ സ്വസ്ഥതയില്ലാതെ വന്നു. അപ്പോ ഒരു കാര്യം ചോദിച്ചു, ഇത് ദൈവം തുറന്ന വാതിലല്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വാതിലുകളും ദൈവം തുറക്കുന്നതല്ല. നമ്മളെ കളിപ്പിക്കാൻ, പറ്റിക്കാൻ, കെണിയിൽപ്പെടുത്തുവാൻ പിശാചൻ വാതിലുകൾ തുറക്കും. ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, ഉറച്ചു നിൽക്ക്. ദൈവത്തിന്റെ പ്രവൃത്തി മഹത്വത്തോടെ വെളിപ്പെട്ടു വരും. ഹാലേലൂയ. ഒറ്റ കാര്യം, പോരാടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കണം. പരിശുദ്ധാത്മാവുമായി ഒന്നിച്ച് യാത്ര ചെയ്യുവാൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചു, പിതാവും പുത്രനും നമ്മുടെ ഇടയിൽ ഇറങ്ങി വരുന്ന അനുഭവം. പരിശുദ്ധാത്മാവുമായി ഒന്നിച്ച യാത്ര ചെയ്യുന്നെങ്കിൽ യേശുവിന്റെ മനസ്സിലേക്ക് കയറുവാനുള്ള ആ വഴി പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരും. ആ വഴിയിൽ കൂടെ നമ്മളെ നടത്തും. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ. ഹല്ലേലൂയ. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ദൈവത്തിന്റെ വചനം ആഴമുള്ള കിണർ പോലെയാണ്. വിവേകമുള്ളവൻ അത് കോരിയെടുക്കുമെന്നാണ് നമ്മൾ സദൃശവാക്യത്തിൽ വായിക്കുന്നത്. വിവേകമുള്ളവൻ ആ വെള്ളം കോരിയെടുക്കും. അത് നിമിത്തം എന്ത് സംഭവിക്കും? ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകും. യേശുവിന്റെ മനസ്സുമായി ഒന്നിച്ചു ചേരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. മറഞ്ഞു കിടക്കുന്നത് വെളിപ്പെടുത്തും. മറച്ചു വെച്ചിരിക്കുന്നത് വെളിപ്പെടുത്തി തരും. പലതും പിശാച് മറച്ചു വെക്കും. എന്നാൽ അത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. രക്തത്താൽ ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ നാളുകൾ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയുടെ ലെവല് മാറണം. ജീസസ്. കഴിഞ്ഞ നാളുകളിലെ സാധാരണ പ്രാർത്ഥന കൊണ്ട് ഈ നാളുകളിൽ നമുക്കൊന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല. അറ്റ്ലീസ്റ്റ് ആത്മതലം പോലും കയറുവാൻ കഴിയത്തില്ല. വല്ലു പിടിക്കണം, പോരാടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ശക്തമായ ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ വെളിപ്പെടണം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നൂറ ശമന ഹസ്തന അജന റഗന ഹന്തൽ പ്രവര റൈഡ പ്രവര റംശി റവരി ഹന്തൽ പ്രവര റൈഡ റവരി അടകാരകര ഹത്തുരദാന റൈഡ പ്രവര റംശി റവരി അറവക്ഷയുടെ വേദപ്രവരക റംശി റിവരി അടകാരകര. പരിശുദ്ധാത്മാവേ നന്ദി, നന്ദി പരിശുദ്ധാത്മാവേ. യേശുവേ നൂറ റബന അൽക റഗര ഹന്തല മധുര ബൗദാറബര അടകര ഘടക അടകക്ഷയുടെ വേദപ്രവര റംശപ്രവര വീമൽ കറുകര ഘടക റികര. ഹല്ലേലൂയ. ദൈവം ഒരു കാഴ്ച കാണിക്കുന്നത്, വലിയ തിരമാലകൾ ഇങ്ങനെ വന്ന് മറിയുന്നല്ലോ. അതിങ്ങനെ മറിഞ്ഞിട്ട് പ്രത്യേക കാഴ്ച. അത് മറിഞ്ഞിട്ട് അതിന്റെ മുകളിൽ മറ്റൊന്ന്, അതിന്റെ മുകളിൽ മറ്റൊന്ന്, അതിന്റെ മുകളിൽ മറ്റൊന്ന്, ഇങ്ങനെ കേറി ഉയർന്നു പൊങ്ങി വരുന്ന ഒരു കാഴ്ച ദൈവാത്മാ കാണിക്കുക. ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. റുഷ റബര റീബൽ കറുക അർക്കാരികര അന്തര മധുര ബൗഡേ റബരെ അന്തര മധുര ബൗഡ പ്രവര റീബൽ കറുക അർത്ഥി റബര
അത്തുരവതുര വറുക്കയറിവരെ അത്തുരവർഗര ബൗഡ പ്രവരക റംശയറിവരെ ഉടയാറകര അന്തപ്രവര അന്ത്യകാലത്തേക്കുള്ള ഒരു ആലോചന ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. ഗ്ലോബ് ആൾക്കറിയാം, നമ്മുടെയൊക്കെ ടേബിളിൽ വെച്ചിരിക്കുന്ന ഗ്ലോബ്, ആ ഗ്ലോബ് അതിന്റെ മെഗള് ഭാഗം ഹാലേലൂയ പകുതിയുള്ളൂ, താഴ്ഭാഗം ഇല്ല. അതിന്റെ അർത്ഥം ഭൂമിയിൽ വലിയതെന്തോ സംഭവിക്കും അന്ത്യനാളുകളിലേക്ക് അടുക്കുമ്പോൾ. ഇത് അന്ത്യനാളുകളിലേക്കുള്ള ദൂതാണ്, ഏറ്റവും ലാസ്റ്റ് ടൈമിലേക്കുള്ള ദൂതാണ് വെളിപ്പെട്ടത്. ഹല്ലേലൂയ, രക്തത്താൽ ജയമെടുക്കുന്നു. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. റഖനി ഹനഹസിയ റഖതിനിയ അസ്തനിയ തക റഖലഗ സകറഖമനഗസിയ അർത്ഥവ ബവറഖമനമസി അർത്തുന റബന ഹന്ദനി റൂദൽ കറുകര ഗർത്തേ റിവരെ അന്തൽ പ്രവരക റൈഡേ റിവരെ ഉടകര ഘടക റിഗദല ഘടക അടിയ റഗദല ഹത്തുര. താങ്ക് യു ജീസസ്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. സുവക്കക്ഷകല ഘടക വറക്കിനി വറകന ഗടിയ നിഗദനിയ ഹനിയ നിഗദന ഹത്തിന ദീനക്കൽവന മടുകെ മടുകെ മർക്കപ്രവനഗതി ഹന്തൽ പ്രവരക റൈഷേറിവരെ റൂഡക്കറുകര ഘടക റിവര ഹത്തുര വധുര റൈഡപ്രവര. കെനിയയിൽ ഈ ദിവസങ്ങളിൽ ശക്തമായൊരു ഹാലേലിയ കാര്യം സംഭവിക്കും, ശക്തമായൊരു കാര്യം. ജീസസ്. ഓ ററിയ റഗദര റഗദര ഹത്തിര ദീപൽക്കരകര ഗർത്തിരി ഘടകര ഘടിര ഘടക്കവലേതക വലിയ നാശങ്ങൾ സംഭവിക്കത്തക്കവണ്ണം ശക്തമായൊരു പ്രവൃത്തിയോടെ വെളിപ്പെടും. ഉടവക്ഷയുടെ വേദപ്രവരക റംസയറവരെ അന്തപ്രവരക റൈഷാറവര അറുക റാഗ റിഗദര ഹത്തിന നിദാനിയ നിഗദന ഹദിനെ ഹത്തിനെ ഉൽക്കര റഗദര അന്നലപ്രവര. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. റൂവൽക്കരകര ഘടക റിഗര ഹന്തര ഘടക റഗദര അജരമന ഘടക അങ്കൽ ഘടകര ഘടക റിഗര അർത്ഥപ്രവര. എനിക്കൊന്ന് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയാണ് ഞാൻ പറഞ്ഞു, ഹാലേലൂയ, അമേരിക്കയിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ അതേ പ്രദേശത്ത് പറക്കം തളിക വന്നിറങ്ങുന്നത് അന്ന് ദൈവാത്മാ കണ്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ദൈവാത്മാ പിന്നെയും പറയുന്നു, അവിടെ അല്ല, സ്ഥലം ഏതാണ്ട് ലൊക്കേഷൻ മനസ്സിലായി, പക്ഷേ പറക്കന്തളികൾ ഫ്രിക്കന്റ് ആയി വന്നിറങ്ങുന്ന ഹല്ലേലൂയ കാഴ്ച ദൈവാത്മാ കാണിക്കുകയാണിത്. വെളിപ്പാടിൽ കാണുകയാണ്. അതിന്റെ അർത്ഥം പൈശാചിക പ്രവർത്തികൾ ശക്തമായി വെളിപ്പെടും. ചൂടപ്രവാരകതി അജരഘടകവര അച്ചരവരകര ഹന്തര ഘടകര ഘടകര അൽക്കര റിഗദര ഹന്തലപ്രവര. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. നന്ദി പരിശുദ്ധാത്മാവേ. യേശുവേ റുബക്ഷി ബറുഖവ റബദര ഹദുരക റബഗല ഘടകവ റംഘവ റത്തുവ റേദക രാജക റന്തൽ ഘടകര. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി യേശുവേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആഡിയോ കൈവെള്ളയിൽ ഒരു തീയുടെ സ്പർശനം ഇറങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അജന അറഗന ഹടക അറഗന അന്തല പ്രവരഗതി അജമന ഘടകവർ അന്തൽ പ്രവരക റൈഷ പ്രവരക റംശി റിവരി അജമന ഘടകവർ അന്തൽ പ്രവര. ആ കൈവെള്ളയിൽ ആ തീ അനുഭവിച്ചവർ ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ദേശത്ത് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. നിങ്ങളുടെ ലെവല് മാറും. അറകാറമന അൽക്കരമറുക ബൗദ്ധപ്രവരകസി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ. ഹല്ലേലൂയ. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തിന്റെ വിടുതലിന് വേണ്ടി
അവിടെവിടങ്ങളിലായി അങ്ങുവാതിലുകൾ തുറക്കണം, അങ്ങുവാതിലുകൾ തുറക്കണം. പല എതിരാളികൾ പലരാണെങ്കിലും അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ല, അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ല കർത്താവേ. അസാധ്യമോടെ സ്തുതിക്കും. അങ്ങിടപെട്ട ആലോചനകൾക്കായി കർത്താവ് ഈ നാളുകളിൽ ഹാലേലൂയ പ്രാർത്ഥനയുടെ തലങ്ങൾക്കായി പോരാടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന വീരരായ അനേകരെ എഴുന്നേൽപ്പിക്കണം. ഞങ്ങളുടെ രാജ്യത്തിന്റെ വിടുതലിന് വേണ്ടി, നശിച്ചു പോകുന്ന തലമുറകളുടെ വിടുതലിന് വേണ്ടി അനേകരെ എഴുന്നേൽപ്പിക്കണം. അപ്പോൾ തന്നെ കഷ്ടത്തിലും ഭാരത്തിലും രോഗത്തിലും ഒക്കെ ആയിരിക്കുന്നവരോട് കരുണ തോന്നും. ഞെരുക്കത്തിലിരിക്കുന്നതിനെ വിശാലതയിലേക്ക് നടത്തും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. വലിയ ദൈവപ്രവൃത്തി കാണുവാൻ സഹായിക്കും. ഈ അന്ത്യനാളുകളിൽ എതിരാളികൾ അനേകരാണല്ലോ കർത്താവ്. ഇതിന്റെ മധ്യത്തിൽ അങ്ങയുടെ പ്രവൃത്തി അതിമഹത്വത്തോടെ വെളിപ്പെട്ടു വരണം. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ പിതാവേ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സർവാസം ഞങ്ങൾ പ്രാർത്ഥന വിഷയങ്ങളോടും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നു മുതൽ കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിന്റെ പ്രാർത്ഥനയുടേതിനായി സ്തോത്രം ചെയ്യാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.